എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തമിഴിൻ്റെ അഭിമാനമായ തിരുക്കുറളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. തിരുക്കുറളിലുള്ള 1330 കുറട്പാക്കൾ അല്ലെങ്കിൽ പാട്ടുകൾ, അതിൻ്റെ അർത്ഥം കുറേശ്ശെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായി തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരണമാണ് ആദ്യം പറയാൻ പോകുന്നത്. തമിഴ് സാഹിത്യത്തിൻ്റെ അഭിമാനമാണ് തിരുക്കുറൾ. ഈ തിരുക്കുറളിനെ രചിച്ചത് തിരുവള്ളുവർ എന്ന് പറയുന്ന കവിയാണ്. തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. കുറൾ എന്ന് പറഞ്ഞാൽ 2 വരി പാട്ട് എന്നാണ്. കുറൾ 2 വരി പാട്ട്. അതിൽ 2 വരി മാത്രമേ ഓരോ പാട്ടിലും കാണുകയുള്ളൂ. ആദ്യത്തെ വരിയിൽ ഒരു 4 വാക്കും രണ്ടാമത്തെ വരിയിൽ ഒരു 3 വാക്കും, അങ്ങനെ 7 വാക്കുകൾ മാത്രമുള്ള 2 വരികളുള്ള പാട്ടാണ് കുറൾ എന്ന് പറയുന്നത്. തിരുക്കുറൾ എന്ന് പേര് വരാൻ കാരണം തിരു എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപൂർവം പറയുന്ന ഒരു വാക്കാണ്. അത് വെറും കുറളല്ല, തിരുക്കുറൾ, വളരെ അർത്ഥമുള്ള വളരെ മഹാത്മ്യമുള്ള കുറൾ, അതാണ് തിരുക്കുറൾ. അതുപോലെ തിരുവള്ളുവർ എന്ന് പറയുന്നതും വളരെ സാധാരണ ഒരു വള്ളുവർ അല്ല, തിരുവള്ളുവർ, വളരെ പേരുള്ള ഒരു വള്ളുവ കുലത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ആ കവിയുടെ അർത്ഥം. തിരുവള്ളുവർ എഴുതിയ ആ തിരുക്കുറൾ. ഈ തിരുക്കുറളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലോകത്ത് എത്ര ഭാഷ ഉണ്ടോ ആ എല്ലാ ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഈ തിരുക്കുറൾ. അത്രയ്ക്കും അർത്ഥപുഷ്ടിയുള്ള ഒരു പുസ്തകം. ഈ തിരുക്കുറളിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമേ ഇല്ല, ഇല്ലാത്ത വിഷയങ്ങൾ ഒന്നുമേ ഇല്ല. മനുഷ്യ ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തിരുക്കുറളിനെ എടുത്തിങ്ങനെ വായിച്ചു നോക്കിയാൽ മതി, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ആ തിരുക്കുറളിൽ ഏതെങ്കിലും ഒരു കുറളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ഇഷ്ടപ്പെടുന്നത്. തമിഴിൽ തന്നെ ഒരു കവി, ഔവയാർ എന്ന് പറയുന്ന ഒരു കവിയത്രി പറയുകയാണ്, അണുവൈ തുളൈത്ത് 7 കടലൈ പുകട്ടി കുറുകത്തറിത്ത കുറൾ. അതായത് അണു എന്ന് പറഞ്ഞാൽ ആറ്റം. ആ ആറ്റം എന്ന് പറയുന്നത് എത്രയോ ചെറിയ ഒരു സാധനമാണ്, കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു ചെറിയ ഒരു പൊടി, അതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിന് നമുക്ക് തുളയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആ ആറ്റത്തിനെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തുളച്ച് അതിനകത്ത് 7 കടൽ, 7 സമുദ്രങ്ങൾ നമ്മൾ അടച്ചാൽ അത് സാധിക്കാത്ത ഒരു കാര്യമാണ്, ഒരു ചെറിയ ഒരു സാധനത്തിൻ്റെ അകത്ത് 7 സമുദ്രങ്ങൾ അടയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ അടച്ചാൽ അത് എത്ര പുഷ്ടിയുള്ളതായിരിക്കുമോ അതുപോലെ അത്രയ്ക്കും ഓരോ കുറളും അർത്ഥപുഷ്ടിയുള്ളതാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു കവി പറയുമ്പോൾ, കടുകൈ തുളൈത്ത് 7 കടലൈ പുകട്ടി കുറുകത്തറിത്ത കുറളെന്നും പറയുന്നുണ്ട്. അതായത് ആ ആറ്റത്തിന് പകരം ഇവിടെ കടുക്, ഒരു ചെറിയ കടുക്, നിങ്ങൾക്കറിയാം കടുകിനെ തുളച്ച് അതിനകത്ത് 7 സമുദ്രങ്ങളെ നമ്മൾ അതിനകത്തുള്ളിൽ വച്ച് അടച്ചാൽ അത് എത്ര ഡെൻസിറ്റി ഉള്ളതായിരിക്കുമോ, എത്ര തിങ്ങിയിരിക്കുമോ അതുപോലെ അർത്ഥപുഷ്ടി ഉള്ളതാണ് ഈ തിരുക്കുറൾ എന്നാണ് വേറൊരു കവി പറയുന്നത്. ഇനി നമ്മൾ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ഒരു കവിയുണ്ട്, കവിമണി ദേശീയ വിനായകം പിള്ള എന്ന് പറയുന്ന ഒരു കവി. ആ കവി പറയുകയാണ്, ഒരുവൻ പല നൂലുകളെ പഠിത്ത് ശ്രമപ്പെടുവதை വിட തിരുക്കുറൾ ഒന്നേ പഠിത്താൽ പോതുമാനത്. അതായത് ഒരു വ്യക്തി പല വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാളും തിരുക്കുറൾ എന്ന് പറയുന്ന ഒരേ ഒരു ആ ഗ്രന്ഥത്തിനെ മാത്രം വായിച്ചാൽ മതി, അവൻ്റെ ജീവിതത്തിന് അവന് ആവശ്യമുള്ള എല്ലാ ആശയങ്ങളും അതിൽ നിന്നും കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തിരുക്കുറളിൻ്റെ മഹാത്മ്യത്തിനെ വിളിച്ചോതുന്ന ചില വാചകങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും തിരുക്കുറൾ എത്ര വലുതാണെന്ന്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ദൈവനൂൽ എന്ന് പറയുന്നത്. ദൈവനൂൽ, ദൈവത്തിൻ്റെ പുസ്തകം, ദൈവനൂൽ. അതുപോലെ തിരുവള്ളുവറിനെ ദൈവപുലവർ എന്ന് പറയും. അതായത് സാധാരണ ഒരു പുലവർ എന്ന് പറഞ്ഞാൽ കവി, സാധാരണ കവിയല്ല, ദേവകവിയാണ്. ദൈവം അയച്ച ഒരു കവി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു പുസ്തകത്തിനെ മലയാളികളായ നിങ്ങൾ അറിയാതെ ഇരിക്കുന്നത് തെറ്റല്ലേ? പലരും ഇതിന് വിവർത്തനം എഴുതിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അർത്ഥം നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ നന്നായി മനസ്സിലാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്
ഞാനിതിനെ ഇപ്പോൾ കുറേശ്ശെ ഒരു 5 പാട്ട് വെച്ചോ അല്ലെങ്കിൽ ഒരു 10 കുറൾ വെച്ചോ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ഇനി പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ തിരുക്കുറളിൽ 3 വിഭാഗങ്ങളാണ് ഉള്ളത്. അതായത് പാലെന്ന് പറയും. 3 പാൽ: അറത്തുപ്പാൽ, പൊരുൾപ്പാൽ, കാമത്തുപ്പാൽ അല്ലെങ്കിൽ ഇൻപത്തുപ്പാൽ. അറത്തുപ്പാൽ, പൊരുൾപ്പാൽ, കാമത്തുപ്പാൽ അല്ലെങ്കിൽ ഇൻപത്തുപ്പാൽ. ഇങ്ങനെ 3 വലിയ പിരിവുണ്ട്. ഇനി ഓരോ പാലിലും പല അധികാരങ്ങളുണ്ട്. അറത്തുപ്പാലിൽ കുറച്ച് അധികാരം, പൊരുൾപ്പാലിൽ കുറച്ച് അധികാരം, ഇൻപത്തുപ്പാൽ അല്ലെങ്കിൽ കാമത്തുപ്പാലിൽ കുറച്ച് അധികാരം. അങ്ങനെ ഓരോ അധികാരത്തിലും 10 കുറൾ വീതം ഉണ്ട്. 10 പാട്ടുകൾ ഉണ്ട്. അങ്ങനെ ആകെ 133 അധികാരങ്ങളാണ്. ഓരോ അധികാരത്തിനും 10 പാട്ട് വച്ച് ആകെ 1330 കുറളാണ് അല്ലെങ്കിൽ പാട്ടുകളാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഓരോ പാട്ടും ഞാൻ പറയുന്നത് പോലെ വളരെ അർത്ഥപുഷ്ടി ഉള്ളതാണ്. വെറും 2 വരി തന്നെ, 2 വരി മാത്രമേ ഉണ്ടെങ്കിലും ആ 2 വരിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വിവരിച്ച് എഴുതാൻ തുടങ്ങിയാൽ അത് 2 പേജിൽ വിവരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും തിരുക്കുറളിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത്രയും നല്ല ആ തിരുക്കുറളിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ അധികാരത്തിൻ്റെ പേര് കടവുൾ വാഴ്ത്ത് എന്നാണ്. കടവുൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വര സ്തുതി. പക്ഷേ ഈശ്വര സ്തുതി എന്ന് പറയണമെങ്കിലും ഏത് ദൈവം എന്ന് തിരുവള്ളുവർ പറഞ്ഞിട്ടില്ല. അതാണ് തിരുക്കുറളിൻ്റെ വേറൊരു പ്രത്യേകത. ഒരു നാടിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ ഒരു വർഗത്തിനോ ഒന്നും ഉള്ള ഒരു പുസ്തകമല്ല തിരുക്കുറൾ. എല്ലാവർക്കും പൊതുവിലുള്ള ഒരു പുസ്തകം. പക്ഷേ തിരുവള്ളുവറിന് വലിയ ഈശ്വര വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെ കടവുൾ വാഴ്ത്ത് എന്ന് പറയുന്ന ഒരു അധികാരം ആദ്യം വച്ചിരിക്കുന്നത്. പക്ഷേ ഏത് കടവുളാണ്, ഏത് ഈശ്വരൻ ആണ് എന്ന് നമുക്ക് അയാൾ ഒരിടത്തും പറയുന്നില്ല. ആ വ്യക്തി പറയുന്നില്ല. നമുക്കത് അറിയാനും പറ്റുന്നില്ല. അപ്പോൾ അത് ഹിന്ദു മതത്തിലുള്ള ഒരു ദേവനെന്നോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള ഒരു ദൈവമെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റും. പൊതുവിൽ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ദൈവത്തിനെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളും പൊതുവിലാണ് അയാൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് അതിന് ദൈവനൂൽ എന്ന് പറയുന്നത്, തിരുവള്ളുവന് ദൈവപ്പുലവർ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ അധികാരം കടവുൾ വാഴ്ത്ത് എന്ന് പറയുന്ന ആ അധികാരത്തിൽ 10 പാട്ട് കാണും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൽ ആദ്യത്തെ പാട്ട് ഞാൻ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ്. അതിന് ശേഷം ബാക്കിയുള്ള പാട്ടുകൾ ഇങ്ങോട്ട് നോക്കുക. കടവുൾ വാഴ്ത്ത് തിരുക്കുറൾ പുസ്തകത്തിൻ്റെ പേര്, ആദ്യത്തെ അധികാരത്തിൻ്റെ പേര് കടവുൾ വാഴ്ത്ത്. കടവുൾ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സ്തുതിക്കുന്നത്. ആദ്യത്തെ പാട്ട് ഇതാണ്: അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതറ്റേ ഉലക്. അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതറ്റേ ഉലക്. അതാണ് ആദ്യത്തെ കുറൾ. അഹരം എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അക്ഷരം, അഹരം ആ. മുതല എഴുത്തെല്ലാം, അതായത് ഈ ലോകത്തുള്ള ഒരുപാട് ഭാഷകളുണ്ടല്ലോ ഈ ലോകത്ത്. ആ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ആദ്യത്തെ അക്ഷരം ആ എന്നാണ്. ഏത് ഭാഷ നമ്മൾ നോക്കിയിരുന്നാലും ആ എന്നുള്ള ആ ശബ്ദം വരുന്ന അക്ഷരമാണ് ആദ്യത്തെ അക്ഷരം. ഇംഗ്ലീഷിലായ ആ എന്നുള്ള ആ സൗണ്ട് തന്നെയാണ്. മലയാളത്തിലും ആ, തമിഴിലും ആ, എല്ലാത്തിലും ആ തന്നെ. അഹര മുതല എഴുത്തെല്ലാം. ഈ ലോകത്തുള്ള എല്ലാ ഭാഷയിലും അഹരം ആ എന്നുള്ള അക്ഷരമാണ് മുതലെഴുത്ത്, അതായത് ആദ്യത്തെ അക്ഷരം. ഈ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ആദ്യ അക്ഷരം എന്ന് പറയുന്നത് അഹരം ആണ്, ആ ആണ്. അതുപോലെ ആദി ഭഗവൻ മുതറ്റേ ഉലക്. ആദി ഭഗവൻ എന്ന് പറയുന്നത് ദൈവം, ആദി ഭഗവാൻ. ഒന്നുകൂടെ പറയാം: അഹര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതറ്റേ ഉലക്. ഈ ലോകത്ത് ഉള്ള ഭാഷയിൽ ആദ്യ അക്ഷരം, ഏത് ഭാഷ എടുത്തു നോക്കിയാലും അതിലുള്ള ആദ്യ അക്ഷരം ആ എന്നത് സത്യമാണ്. അതുപോലെ ആദി ഭഗവൻ മുതറ്റേ ഉലക്. ഈ ലോകത്തിലുള്ള
ആദ്യ വ്യക്തി എന്ന് പറയുന്നത്, ഈ ലോകത്തിനെ സൃഷ്ടിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് ആ ഈശ്വരനെ നമ്മൾ വണങ്ങണം. അങ്ങനെ വണങ്ങിയാലേ നമുക്ക് നല്ല ജീവിതം ലഭിക്കുകയുള്ളൂ. അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതറ്റേ ഉലക്. ഈ ലോകത്ത് ഉള്ള ഭാഷയിലെല്ലാം ആയാണ് ആദ്യത്തെ അക്ഷരം. അതുപോലെ മുതറ്റേ ഉലക്, ഈ ലോകത്തിന് മുതറ്റേ, ഈ ലോകത്തിന് മുതലായി ഉള്ളവൻ, ആദ്യമായി ഈ ലോകത്തിനെ സൃഷ്ടിച്ചവൻ ഈശ്വരനാണ്. സൃഷ്ടിക്കപ്പെട്ട നമ്മളെല്ലാവരും, മനുഷ്യരും മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തിനെ വണങ്ങേണ്ടത് കടമയാണ്. എങ്കിലേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പം ആദ്യത്തെ പാട്ട് നിങ്ങൾക്ക് നന്നായി അർത്ഥം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പാട്ട് നോക്കുക. കറ്റതനാൽ ആയ പയൻ എൻകൊൽ വാലറിവൻ നറ്റാൾ തൊഴാർ എനിൻ. കറ്റതനാൽ ആയ പയൻ എൻകൊൽ വാലറിവൻ നറ്റാൾ തൊഴാർ എനിൻ. കറ്റതനാൽ ആയ പയൻ എൻകൊൽ, പഠിച്ചതുകൊണ്ട് ഉള്ള ഉപയോഗം എന്താണ്? വാലറിവൻ, ഈശ്വരൻ്റെ നറ്റാൾ നല്ല പാദങ്ങളെ തൊഴാർ എനിൻ, തൊഴുതില്ലെങ്കിൽ. അതായത് ഒരു വ്യക്തി എത്ര തന്നെ പഠിച്ചിരുന്നാലും, അവൻ ഒരുപാട് പഠിപ്പുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട് ആ വ്യക്തി, പക്ഷേ അവൻ ദൈവത്തിനെ തൊഴുന്നില്ല, ഈശ്വരനെ വിചാരിക്കുന്നില്ല. അങ്ങനെ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ പഠിച്ച ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉപയോഗം എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. അപ്പോൾ എത്ര പഠിച്ചവനായിരുന്നാലും, എത്ര തന്നെ വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നാലും അവൻ ദൈവത്തിനെ വിചാരിക്കണം. എന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ് എന്നുള്ള ഓർമ്മ അവന് എപ്പോഴും വേണം. അത് ഇല്ലാതെ അവൻ എത്ര തന്നെ അറിവുള്ളവനെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ദൈവത്തിനെ വിചാരിച്ചില്ലെങ്കിൽ, ദൈവത്തിനെ അവൻ തൊഴുതില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. കറ്റതനാൽ ആയ പയൻ എൻകൊൽ. കറ്റത് എന്ന് പറഞ്ഞാൽ പഠിച്ചത്, പഠിച്ചത് കൊണ്ട് ഉള്ള പയൻ, ഉപയോഗം. എൻകൊൽ എന്താണ്? കറ്റതനാൽ ആയ പയൻ എൻകൊൽ വാലറിവൻ. വാലറിവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, എല്ലാം അറിഞ്ഞ ആ ഈശ്വരൻ്റെ നറ്റാൾ, നല്ല താള്. നല്ല താളെന്ന് പറഞ്ഞാൽ പാദം, നല്ല പാദങ്ങളെ തൊഴാർ എനിൻ, തൊഴുതില്ലെങ്കിൽ. ഈശ്വരൻ്റെ രണ്ട് പാദങ്ങളെയും മുറുകെ പിടിച്ച് ഇറുക്കി പിടിച്ച് തൊഴാത്തവൻ എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും, എല്ലാ വ്യക്തികളും എന്തു തന്നെ ഉണ്ടെങ്കിലും അഹങ്കാരം കാണിക്കാതെ തന്നെ സൃഷ്ടിച്ച ആ ദൈവത്തിനെ തൊഴേണ്ടത് കടമയാകുന്നു എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. കറ്റതനാൽ ആയ പയൻ എൻകൊൽ വാലറിവൻ നറ്റാൾ തൊഴാർ എനിൻ. അതൊരു ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. എൻകൊൽ ചോദ്യം. കറ്റതനാൽ ആയ പയൻ എൻകൊൽ, പഠിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന ഉപയോഗം എൻകൊൽ എന്താണ്? വാലറിവൻ ഈശ്വരൻ്റെ നറ്റാൾ നല്ല പാദങ്ങളെ തൊഴാർ എനിൻ, തൊഴുതില്ലെങ്കിൽ, തൊഴുത് ജീവിച്ചില്ലെങ്കിൽ. അടുത്തത് മൂന്നാമത്തെ പാട്ട്. മലർമിസൈ ഏഹിനാൻ മാണടി ചേർந்தாർ നിലമിസൈ നീട് വാഴ്വാർ. മലർമിസൈ ഏഹിനാൻ മാണടി ചേർந்தாർ നിലമിസൈ നീട് വാഴ്വാർ. മലർ എന്ന് പറഞ്ഞാൽ പൂവെന്നാണ്. മലർ, മലയാളത്തിലും മലർ എന്നുള്ള വാക്കുണ്ട്. മലർ, പൂവ്. മലർമിസൈ ഏഹിനാൻ, മലരിൻ്റെ പുറത്തിരിക്കുന്ന, പൂവിൻ്റെ പുറത്തിരിക്കുന്ന, ഏഹിനാൻ ഇരിക്കുന്ന, മലർമിസൈ, മിസൈ എന്ന് പറഞ്ഞാൽ പുറത്ത്, പൂവിൻ്റെ പുറത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മാണടി ചേർந்தாർ, രണ്ട് പാദങ്ങളെയും അഭയം പ്രാപിക്കുന്നവൻ. അപ്പോൾ ഇവിടെ മലർമിസ ഏഹിനാൻ, ദൈവം മലരിൻ്റെ പുറത്തിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ ഒരു സംശയം വരാൻ പാടില്ല. അത് ഹിന്ദു മതത്തിലുള്ള ഒരു ദേവനെയാണ് പറയുന്നത് എന്ന്, ഹിന്ദു മതത്തിലുള്ള ഒരു ദേവനെയാണ്, ദൈവത്തിനെയാണ് പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ മലർ എന്ന് പറയുന്നത് ഒരു നല്ല ഇരിപ്പിടത്തിൽ എന്നുള്ള അർത്ഥം നമ്മൾ എടുത്താൽ മതി. മലർമിസൈ ഏകിനാൻ, മലരിൻ്റെ പുറത്തിരിക്കുന്നവനായ ആ ദൈവത്തിൻ്റെ
മാണടി ചേർந்தாർ, രണ്ട് പാദങ്ങളെയും അഭയം പ്രാപിക്കുന്നവൻ, നിലമിസൈ, നിലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നീട് വാഴ്വാർ, ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കും. ഒന്നുകൂടെ നോക്കുക. മലർമിസൈ ഏഹിനാൻ മാണടി ചേർந்தாർ, നിലമിസൈ നീട് വാഴ്വാർ. നാലാമത്തെ പാട്ട്. വേണ്ടുതൽ വേണ്ടാமை ഇലാൻ അടി ചേർந்தார்க்கு யாண்டும் இடும்பை இல. വേണ്ടുതൽ വേണ്ടാமை ഇലാൻ അടി ചേർந்தார்க்கு யாண்டும் ഇടുമ്പൈ ഇല. വേണ്ടുതൽ വേണ്ടാமை ഇലാൻ, വേണ്ടുതൽ ഇഷ്ടം ഇഷ്ടക്കേട്, വേണ്ടുതൽ ഇഷ്ടം, വേണ്ടാமை ഇഷ്ടക്കേട്. അതായത് പ്രത്യേകിച്ച് ദൈവത്തിന് ആരോടും ഇഷ്ടമെന്നോ ഇഷ്ടക്കേടോ അങ്ങനെ ഒന്നുമില്ല. കാരണം ആര് തന്നെ വണങ്ങുമോ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ രീതി. ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഇല്ലാത്ത ആ ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് ആരിടത്തും ഒരിഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാത്ത ആ ദൈവത്തിൻ്റെ അടി ചേർந்தார்ക്ക്, അടി എന്ന് പറഞ്ഞാൽ പാദം, പാദങ്ങളെ വണങ്ങിയവർക്ക്, തൊഴുതവർക്ക്, യാണ്ടും ഇടുമ്പയില, ഇടുമ്പ എന്ന് പറഞ്ഞാൽ ദുഃഖം, യാണ്ടും ഒരിക്കലും ദുഃഖം വരില്ല. അപ്പം ദൈവത്തിൻ്റെ പാദങ്ങളെ വണങ്ങിയവർക്ക്, എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ദുഃഖങ്ങളും വരില്ല. വേണ്ടുതൽ വേണ്ടാமை ഇലാൻ അടി ചേർந்தார்ക്ക്, പ്രത്യേകിച്ച് ഇഷ്ടമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ ആരിടത്തും ഇല്ലാത്ത ആ ദൈവത്തിൻ്റെ അടി ചേർந்தார்ക്ക്, പാദങ്ങളെ വണങ്ങിയവർക്ക്, യാണ്ടും ഒരിക്കലും ഇടുമ്പൈ ഇല, ദുഃഖം എന്നുള്ളത് ഇല, ഇല്ലൈ, ഇല്ല, വരില്ല. അപ്പോൾ ദൈവം പ്രത്യേകിച്ച് ആരോടും ഒരിഷ്ടമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ ഉള്ള വ്യക്തിയല്ല. വേണ്ടുതൽ വേണ്ടാமை ഇലാൻ അടി ചേർந்தார்க்கு യാണ്ടും ഇടുമ്പൈ ഇല. ഇഷ്ടക്കേടോ ഇഷ്ടമോ പ്രത്യേകിച്ച് ആരിടത്തും ഇല്ലാത്ത ആ ദൈവത്തിൻ്റെ അടി ചേർந்தார்ക്ക്, ആ പാദങ്ങളെ വണങ്ങിയവർക്ക്, യാണ്ടും എപ്പോഴും ഒരിക്കലും ഇടുമ്പൈ ഇല, ദുഃഖങ്ങൾ വരില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിനെ എല്ലാവരും വണങ്ങണം എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ശരി, ഇനി അഞ്ചാമത്തെ പാട്ട് നോക്കൂ. ഇരുൾ ചേർ ഇരുവിനയും ചേരാ ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇരുൾ ചേർ ഇരുവിനയും ചേരാ ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇതിൽ നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ വരിയുടെ അറ്റത്തുള്ള അവസാനമുള്ള ഇറൈവൻ എന്നുള്ള വാക്കും അവസാനത്തെ രണ്ടാമത്തെ വരിയും ആദ്യം എടുക്കണം, അടുത്തത് പിന്നെ എടുക്കാം. ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇറൈവൻ, ഇറൈവൻ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. ഇറൈവൻ ഈശ്വരൻ, ഈശ്വരൻ്റെ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇറൈവൻ എന്നുള്ള ആ പൊരുളിനെ, ആ വസ്തുവിൻ്റെ പുകൾ പുരിന്താർ മാട്ട്, എപ്പോഴും പുകഴ്ന്ന് തൊഴുന്ന വ്യക്തിക്ക് ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇറൈവൻ, ഈശ്വരൻ എന്ന് പറയുന്ന ആ ദൈവത്തിനെ എപ്പോഴും പുകഴ്ന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഇരുൾ ചേർ ഇരുവിനയും ചേരാ. ഇരുൾ ചേർ, ഇരുൾ ഇരുട്ട്, അതായത് ഇരുട്ട് എന്ന് പറയുന്ന ആ ദുഃഖം ഒരിക്കലും വന്ന് ചേരില്ല. ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട് ഇരുൾ ചേർ ഇരുവിനൈ. വിനയ് എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ എന്നുള്ള അർത്ഥം തന്നെ. ഇരുവിനൈ, ഇരു എന്ന് പറഞ്ഞാൽ രണ്ട് വിനയം എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ അത് മോശമായ കാര്യങ്ങൾ വന്നു ചേരില്ല എന്ന് വിചാരിച്ചാൽ മതിയാവും. ഇരുൾ ചേർ ഇരുവിനൈ, നമുക്ക് ജീവിതത്തിൽ ഇരുട്ട് സമ്മാനിക്കുന്ന ആ ദുഃഖമായ കാര്യങ്ങളൊന്നും വന്നു ചേരില്ല. ആരെ തൊഴുതാൽ? ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഈശ്വരൻ്റെ ആ പുകൾ, ആ പ്രശസ്തി എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒരിക്കലും നമുക്ക് ഇരുട്ട് നൽകുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങൾ നൽകുന്ന ഒരു കാര്യവും വന്നു ചേരില്ല. അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങൾ വരാതിരിക്കാൻ എപ്പോഴും ആ ഈശ്വരനെ സ്തുതിക്കണം എന്നാണ് അർത്ഥം. ഇരുൾ ചേർ ഇരുവിനയും ചേരാ ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഈശ്വരൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ
പ്രശസ്തി എപ്പോഴും പാടുന്ന ഒരു വ്യക്തിക്ക് ഇരുൾ ചേർ ഇരുവിനയും ചേരാ. ഇരുട്ട് എന്ന് പറയുന്ന ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരില്ല. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഏതവസ്ഥയിലും ഈശ്വരനെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ അവന് നന്മകൾ ഉണ്ടാവുകയുള്ളൂ, ഒരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് തിരുക്കുറളിനെ കുറിച്ച് ഒരു വിവരണവും തിരുക്കുറൾ എന്നാൽ എന്ത്, അതിന് എഴുതിയത് ആരാണ് എന്നുള്ള ഒരു ചുരുക്കവും പുസ്തകത്തിൻ്റെ ഘടന അതിനെക്കുറിച്ചൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു അധികാരത്തിൽ 10 പാട്ടുണ്ട്. അങ്ങനെ 133 അധികാരം, അങ്ങനെ 133 അധികാരവും 1330 പാട്ടുകളും കുറളുകളും എന്ന് ഞാൻ പറഞ്ഞു. അതിൽ കടവുൾ വാഴ്ത്ത് എന്ന് പറയുന്നതാണ് ആദ്യത്തെ അധികാരത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ 10 പാട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ 10 പാട്ടിലെ 5 പാട്ടിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുക്കുറൾ നിങ്ങൾ പുസ്തകത്തിലൊക്കെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി കാണും. എങ്കിലും ഒരാൾ ഇങ്ങനെ നിന്ന് പറഞ്ഞു തരുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇനി ആ കാര്യം ചെയ്യാമെന്ന്. അങ്ങനെ ഈശ്വര വിശ്വാസം എല്ലാവർക്കും അത്യാവശ്യമാണ്. ഈശ്വരനെ തൊഴാതെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല എന്നുള്ള ഒരു ആശയം വരുന്ന ഒരു അധികാരത്തിലുള്ള 10 പാട്ടിൽ 5 പാട്ടിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച ഇനി അടുത്ത പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ ഈ തിരുക്കുറളും ഇതിന് ഞാൻ പറഞ്ഞ വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാർ കാണുമല്ലോ, ആ കൂട്ടുകാർക്കെല്ലാം ഇതിനെ ഷെയർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.